മിസ്റ്റർ ട്രംപ്, കഴിഞ്ഞ ദിവസം താങ്കളുടെ പരിസരത്ത് ആ വെടിയൊച്ച ഉയർന്നപ്പോൾ പ്രാണനു വേണ്ടി താങ്കൾ നടത്തിയ വെപ്രാളവും ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ താങ്കൾ കാട്ടിയ ആ ജാഗ്രതയും ലോകം കണ്ടതാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്വന്തം ശരീരം കവചമാക്കി താങ്കളെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ താങ്കൾ രക്ഷപ്പെട്ടതിനെ ലോകം ഒരു അത്ഭുതമെന്ന് വിളിക്കുന്നു. ആ ചൂടുള്ള നിമിഷത്തെ സാക്ഷിയാക്കി താങ്കൾ മിസൈൽ വർഷിച്ച് മണ്ണറയിലേക്ക് പറഞ്ഞയച്ച മിനാബിലെ ഷജറെ തൈബ സ്കൂളിലെ മണ്ണിൽ നിന്നും ഞങ്ങൾ കുരുന്നുകൾ ചോദിക്കട്ടെ, താങ്കൾക്ക് ലഭിച്ച ആ മനുഷ്യ കവചവും സുരക്ഷയും അന്ന് ക്ലാസ് മുറികളിൽ പുകയേറ്റു പിടഞ്ഞ ഞങ്ങൾക്ക് ആരെങ്കിലും നൽകിയിരുന്നോ? മരണത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയ ഞങ്ങൾക്ക് പരിക്കേറ്റാണെങ്കിലും ആശുപത്രിയിൽ കിടന്നിട്ടാണെങ്കിലും ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു നടക്കാൻ ഒരൊറ്റ അവസരമെങ്കിലും താങ്കൾ ബാക്കി വച്ചിരുന്നോ? ആകാശത്തുനിന്ന് താങ്കൾ വർഷിച്ച തീഗോളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിടം നൽകാതെ നേരിട്ട് മണ്ണറയിലേക്ക് പറഞ്ഞയച്ച താങ്കൾക്ക് ആ വെടിയൊച്ച കേട്ടപ്പോൾ അനുഭവപ്പെട്ട ആഘാതം ഞങ്ങളുടെ വേദനയുടെ എത്രയോ ചെറിയൊരംശം മാത്രമാണ്. താങ്കൾ സുരക്ഷിതനായി മടങ്ങിയെത്തിയപ്പോൾ കെട്ടിപ്പിടിക്കാൻ ഒരു കുടുംബമുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഞങ്ങളുടെ അമ്മമാരുടെ കൈകളിൽ താങ്കൾ ബാക്കി വെച്ചത് ഞങ്ങളുടെ ചേതനയറ്റ ശരീരങ്ങൾ മാത്രമായിരുന്നില്ലേ? സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും മിനാബിലെ മണ്ണിൽ ഇന്നും ഉണങ്ങാത്ത ഞങ്ങളുടെ ചോരപ്പാടുകൾ താങ്കളെ നോക്കി പരിഹസിക്കുന്നുണ്ട്. താങ്കൾ ഒപ്പിടുന്ന ഓരോ യുദ്ധ ഉത്തരവുകളും എത്ര കുരുന്നുകളുടെ ശവക്കല്ലറകൾക്ക് മുകളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാളെ ദൈവത്തിന്റെ കോടതിയിൽ ഞങ്ങൾ 300 പേരും താങ്കൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ താങ്കളെ സംരക്ഷിക്കാൻ ഏത് സുരക്ഷാ സൈന്യമാണ് ഉണ്ടാകുക എന്ന് താങ്കൾക്ക് പറയാമോ?